ഒന്ന് ആലോചിച്ചു നോക്കൂ. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു കാലമുണ്ടായിരുന്നു. എല്ലാം ശരിയാകും എന്ന് തോന്നിയിരുന്ന ഒരു നിമിഷം. പക്ഷേ അതൊന്നും നടന്നില്ല. കാത്തിരുന്നു കാത്തിരുന്നു കാത്തിരുന്നു. എത്ര നേരം കാത്തിരുന്നാലും ആ വാതിൽ തുറന്നില്ല. ആ ഒരു വേദന ചിങ്ങം രാശിക്കാർക്ക് നന്നായി അറിയാം. കാരണം ആ വേദന നിങ്ങൾ മാത്രം അനുഭവിച്ചതല്ല. ആ വേദന ഗ്രഹങ്ങൾ നിങ്ങൾക്ക് കൊടുത്തതാണ്. പക്ഷേ ഇപ്പോൾ ഞാൻ ഒരു കാര്യം പറയാൻ പോകുന്നു. ഈ വീഡിയോ കാണുന്ന ഓരോ ചിങ്ങം രാശിക്കാരനും രാശിക്കാരിക്കും ഒരു വലിയ സത്യം പറയാൻ പോകുന്നു. ഇത് ആരും ഇതുവരെ ഈ രീതിയിൽ പറഞ്ഞിട്ടില്ല. ഇത് ജ്യോതിഷം മാത്രമല്ല. ഇത് നിങ്ങളുടെ ജീവിതത്തിന്റെ ഒരു തിരിവ് ആണ്. ചിങ്ങം രാശി സൂര്യൻ ആധിപത്യം വഹിക്കുന്ന രാശി. സിംഹത്തിന്റെ ശക്തിയുള്ള രാശി. ഈ രാശിയിൽ ജനിച്ചവർ സ്വഭാവത്തിൽ ധൈര്യശാലികൾ ആണ്. നേതൃഗുണം ഉള്ളവർ ആണ്. ഉള്ളിൽ തീ ജ്വലിക്കുന്നവർ ആണ്. പക്ഷേ ഈ അഗ്നി കുറെ നാളായി അണഞ്ഞു കിടക്കുകയായിരുന്നു. ഗ്രഹനിലകൾ ആ ഊർജം തടഞ്ഞുവച്ചിരുന്നു. ശനി ഒരു വശത്തു നോക്കി നിന്നു. രാഹു ഒരു കെണി ഒരുക്കി. ഗുരു ദൂരെ ആയിരുന്നു. ഇതെല്ലാം ചേർന്ന് ഒരു മഹാകെണി ആയിരുന്നു ചിങ്ങം രാശിക്കാരുടെ ജീവിതത്തിൽ. പക്ഷേ ഇപ്പോൾ ആ ചിത്രം മാറുകയാണ്. ഗ്രഹങ്ങൾ ചലിക്കുകയാണ്. ആ ചലനം ഒരു സാധാരണ ചലനം അല്ല. ഗുരു ഭഗവാൻ, ബൃഹസ്പതി, ജ്ഞാനത്തിന്റെ ദേവൻ, ദേവഗുരു. ആ ഗുരു ഇപ്പോൾ ഒരു സ്ഥാനത്തു നിൽക്കുന്നു. ആ ഒരു സ്ഥാനം ചിങ്ങം രാശിക്കാർക്ക് ഒരു അനുഗ്രഹമാണ്. ഈ ഒരു ഗുരുസ്ഥാനം ജീവിതത്തിൽ ഒരു വലിയ കഥ തുറക്കാൻ പോകുന്നു. ഇനി ഒരു കാര്യം കൂടിയുണ്ട്. ശനി ഭഗവാൻ, കർമ്മഫലദേവൻ. ആ ശനി ഒരു വഴിത്തിരിവ് ഉണ്ടാക്കുകയാണ്. ഈ ശനി ചലനം ചിങ്ങം രാശിക്കാരുടെ ജീവിതത്തിൽ ഒരു ഞെട്ടൽ ഉണ്ടാക്കും. ഒരു നല്ല ഞെട്ടൽ, ഒരു സ്വപ്ന ഞെട്ടൽ. കാരണം ഈ ഒരു ശനി ചലനം ഒരു ദശകങ്ങൾക്ക് ഒരിക്കൽ മാത്രം ഉണ്ടാകുന്ന ഒന്നാണ്. ഇതിനൊക്കെ മേലെ രാഹു, കേതു, ഛായാഗ്രഹങ്ങൾ. ഇവ ഇപ്പോൾ ഒരു പ്രത്യേക അക്ഷം ഉണ്ടാക്കുന്നു. ആ അക്ഷം ചിങ്ങം രാശിക്കാരുടെ ഭൂതം, വർത്തമാനം, ഭാവി ഇവ മൂന്നും ഒരുമിച്ച് ബന്ധിപ്പിക്കുന്ന ഒന്നാണ്. ഈ ഒരു ഗ്രഹസഞ്ചാരം ഒരിക്കൽ 150 വർഷത്തിൽ ഒരിക്കൽ മാത്രം സംഭവിക്കുന്ന ഒരു ദിവ്യസന്ധിയാണ്. ഇത് ഒരു ആകസ്മികം അല്ല. ഈ ഒരു ദിവ്യശക്തി ഇപ്പോൾ ചിങ്ങം രാശിക്കാരുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരികയാണ്. ഈ ശക്തി ഒരു വലിയ തിരിച്ചുവരവ് ഉണ്ടാക്കും. ഒരു ചരിത്ര തിരിച്ചുവരവ്. ഇനി ഞാൻ ഒരു കാര്യം ശ്രദ്ധയോടെ പറയട്ടെ. അടുത്ത 15 നാൾ. ആ 15 നാൾ ചിങ്ങം രാശിക്കാരുടെ ജീവിതത്തിൽ ഒരു നിർണായക ഘട്ടമാണ്. ഈ 15 നാൾ ഉറക്കത്തിൽ കഴിഞ്ഞുകൂടരുത്. ജാഗ്രതയോടെ ഇരിക്കണം. കണ്ണും കാതും തുറന്നു വയ്ക്കണം. കാരണം ഈ ഒരു കാലഘട്ടത്തിൽ ഒരു ഭ്രമാത്മക അവസരം വരും. ആ അവസരം കണ്ടിൽ എന്ന് നടിച്ചാൽ ആ ഒരു അവസരം ഒരിക്കലും തിരിച്ചുവരില്ല. ഇത് ഒരു ഗ്രഹയോഗമാണ്. ഈ ഒരു യോഗം ഒരു ജന്മത്തിൽ ഒരിക്കൽ മാത്രം ലഭിക്കുന്ന ഒന്നാണ്. അടുത്ത 7 നാട്ടിൽ ആദ്യ ഘട്ടത്തിൽ ഒരു പ്രതീക്ഷിക്കാത്ത വഴിയിൽ നിന്ന് ഒരു സന്ദേശം വരും. ഒരു ഫോൺ വിളി ആകാം. ഒരു കത്ത് ആകാം. ഒരു വ്യക്തി ജീവിതത്തിലേക്ക് കടന്നുവരുന്നത് ആകാം. ആ സന്ദേശം ചെറുതായി തോന്നും. നിസ്സാരം ആണെന്ന് തോന്നും. പക്ഷേ ആ ഒരു സന്ദേശം ഒരു വലിയ അധ്യായത്തിന്റെ തുടക്കമാണ്. ആ ഒരു ക്ഷണം, ആ ഒരു കൂടിക്കാഴ്ച, ആ ഒരു ആദ്യവചനം, അതൊക്കെ ഒരു ഭൂകമ്പം ഉണ്ടാക്കും നിങ്ങളുടെ ജീവിതത്തിൽ. ഒരു നല്ല ഭൂകമ്പം. ഒരു ദൈവനിർമ്മിത ഭൂകമ്പം. ഇത് ഒരു ഗ്രഹദിശ ഫലമാണ്. ഗ്രഹദിശ ഇപ്പോൾ ചിങ്ങം രാശിക്കാർക്ക് അനുകൂലം ആണ്. ആ അനുകൂലഭാവം ഈ ഒരു സന്ദേശത്തിൽ ആദ്യം കാണിക്കപ്പെടും. കുറേ നാൾ ആയി ഒരു വാതിൽ അടഞ്ഞു കിടന്നിരുന്നു. ആ വാതിലിൽ ഒത്തിരി തവണ മുട്ടി. ഒത്തിരി തവണ നിലവിളിച്ചു. ഒത്തിരി തവണ കരഞ്ഞു. ഒത്തിരി തവണ ദൈവത്തോട് ചോദിച്ചു, എന്തിനാ ഇങ്ങനെ? ഞാൻ എന്തു തെറ്റ് ചെയ്തു? ആ ചോദ്യത്തിനു ഇപ്പോൾ ഉത്തരം ലഭിക്കാൻ പോകുന്നു. ദൈവം ആ ചോദ്യം കേട്ടിരുന്നു. ഗ്രഹങ്ങൾ ആ കണ്ണുനീർ കണ്ടിരുന്നു. ആ ദൈവകരുണ ഇപ്പോൾ ഒരു ഗ്രഹചലനത്തിലൂടെ ഉത്തരം ആകാൻ പോകുന്നു. ചിങ്ങം രാശിക്കാരെ, നിങ്ങൾ ഒന്ന് ശ്വസിക്കൂ. ഒരു ആഴമായ ശ്വാസം. കാരണം ഇനി ഒരു പുതിയ ജീവിതം തുടങ്ങുകയാണ്. തൊഴിൽ. ആ ഒരു വാക്ക് കേൾക്കുമ്പോൾ തന്നെ ചിങ്ങം രാശിക്കാരുടെ ഉള്ളിൽ ഒരു വേദന ഉണർന്നേക്കാം. കാരണം കുറേ നാളായി ആ തൊഴിൽ മേഖലയിൽ ഒരു നിശ്ചലത ഉണ്ടായിരുന്നു. ശ്രമിച്ചു. പക്ഷേ ഒന്നും ഫലം കണ്ടില്ല. ഒരു ചുവടുവെപ്പ് മുന്നോട്ടു പോയാൽ 2 ചുവടുകൾ പിന്നോട്ടു പോകുന്ന ഒരു അവസ്ഥ. ആ അവസ്ഥ ഇനി ഉണ്ടാകില്ല. ഗ്രഹസഞ്ചാരം ആ ചിത്രം പൂർണ്ണമായും മാറ്റുകയാണ്. ഗുരു ഭഗവാൻ ഇപ്പോൾ ചിങ്ങം രാശിക്കാരുടെ കർമ്മഭാവത്തെ ദൃഷ്ടി ചെയ്യുന്നു. ആ ദൃഷ്ടി ഒരു അനുഗ്രഹ ദൃഷ്ടിയാണ്.
ഒരു ദേവദൃഷ്ടിയാണ്. ആ ദൃഷ്ടി വീഴുന്നിടത്ത് ഇരുൾ ഉണ്ടാകില്ല. ആ ദൃഷ്ടി വീഴുന്നിടത്ത് ഇനി വെളിച്ചം മാത്രം ഉണ്ടാകും. ജോലി ചെയ്യുന്നവർ ആണെങ്കിൽ ഇതുവരെ കിട്ടാതിരുന്ന ഒരു അംഗീകാരം ഇനി കിട്ടും. ആ അംഗീകാരം ഒരു ഉദ്യോഗക്കയറ്റം ആകാം, ഒരു ബോണസ് ആകാം, ഒരു പദ്ധതിയിൽ ഒരു വലിയ ഉത്തരവാദിത്തം ലഭിക്കുന്നത് ആകാം. ഇതുവരെ നിങ്ങളെ കണ്ടിട്ടും കണ്ടില്ലെന്ന് നടിച്ചിരുന്നവർ ഇനി നിങ്ങളെ ശ്രദ്ധിക്കും. ഇതുവരെ നിങ്ങളുടെ കഴിവ് കണ്ടിട്ടും കണ്ടില്ലെന്ന് നടിച്ചിരുന്നവർ ഇനി ആ കഴിവ് ഉറക്കെ പറഞ്ഞ് പ്രശംസിക്കും. ഈ ഒരു മാറ്റം പ്രതീക്ഷിക്കാത്ത ഒരു ദിവസം, പ്രതീക്ഷിക്കാത്ത ഒരു നിമിഷത്തിൽ ആണ് വരിക. ആ നിമിഷത്തിനായി ഒരുങ്ങിയിരിക്കൂ. ബിസിനസ് ചെയ്യുന്നവർ ആണെങ്കിൽ ഒരു കാര്യം ഉറപ്പായി പറയാം. അടുത്ത 30 നാൾ ആ ബിസിനസ്സിൽ ഒരു വഴിത്തിരിവ് ഉണ്ടാകും. ഒരു പുതിയ ഇടപാടുകാരൻ വരും. ഒരു പുതിയ കരാർ വരും. ഒരു പുതിയ ബന്ധം ഉണ്ടാകും. ആ ബന്ധം ഒരു ചെറിയ ബന്ധം ആകില്ല. ആ ബന്ധം ദീർഘകാലം നിൽക്കുന്ന ഒന്നാകും. ആ ബന്ധം ഒരു ഭദ്രമായ അടിത്തറ ആകും. ഇതുവരെ കടം ഉണ്ടായിരുന്നവർക്ക് ആ കടം തീർക്കാനുള്ള ഒരു വഴി തുറക്കും. ഇതുവരെ മൂലധനം ഇല്ലാതിരുന്നവർക്ക് ഒരു മൂലധന സ്രോതസ്സുണ്ടാകും. ഗ്രഹദിശ ഇതൊക്കെ നിർദ്ദേശിക്കുന്നു. ഇത് ഒരു ജ്യോതിഷ ഭാഷ്യം മാത്രം അല്ല. ഇത് ഒരു ഗ്രഹയാഥാർത്ഥ്യമാണ്. സാമ്പത്തിക കാര്യങ്ങളിലേക്ക് വരുമ്പോൾ ആ ഒരു മേഖലയിൽ ഏറ്റവും കൂടുതൽ കഷ്ടം അനുഭവിച്ചത് ചിങ്ങം രാശിക്കാരാണ്. ഒന്ന് ഉണ്ടായാൽ മറ്റൊന്ന് പോകും. ഒന്ന് കൂടിയാൽ മറ്റൊന്ന് കുറയും. ഒരു ഒഴുക്ക് ഉണ്ടാകില്ല. ഒരു ഉറപ്പ് ഉണ്ടാകില്ല. ഇന്നലെ ഉണ്ടായിരുന്നത് നാളെ ഉണ്ടാകുമോ എന്ന ഒരു ഉത്കണ്ഠ. ആ ഉത്കണ്ഠ ഇനി ഒഴിയും. ശനി ഭഗവാൻ ഒരു ദ്വാദശ ഭാവദൃഷ്ടി ഒഴിച്ചു. ഗുരു ഒരു ധനഭാവദൃഷ്ടി കൊടുക്കുന്നു. ഈ 2 ഗ്രഹദൃഷ്ടികളും ഒരേ സമയം ഒരു ഭാവത്തിൽ ഒത്തുചേരുന്ന ഈ ഒരു ഘട്ടം ഒരു നൂറ്റാണ്ടിൽ ഒരു തവണ മാത്രം ഒരുങ്ങുന്ന ഒരു ദൈവനിർമ്മിത യോഗമാണ്. ഈ ഒരു യോഗം ചിങ്ങം രാശിക്കാരുടെ ഭണ്ഡാരം നിറക്കും. അടുത്ത 7 നാട്ടിൽ 2ാം ഘട്ടത്തിൽ ഒരു സാമ്പത്തിക ഒഴുക്ക് ഉണ്ടാകും. ആ ഒഴുക്ക് ഒരു ചെറിയ ഒഴുക്ക് ആകാം, ഒരു ചെറിയ തുക ആകാം, ഒരു ചെറിയ ഇടപാട് ആകാം. പക്ഷേ ആ ഒരു ചെറിയ ഒഴുക്ക് ഒരു വലിയ നദിയുടെ ആദ്യ ഉറവാണ്. ആ ഒരു ഉറവ ഇനി ഒരിക്കലും ഉണങ്ങില്ല. ഒഴുകി ഒഴുകി ഒരു മഹാനദിയാകും. ആ നദി ചിങ്ങം രാശിക്കാരുടെ ജീവിതത്തെ ഫലഭൂയിഷ്ടം ആക്കും. ഒരു ഫോൺ വിളി വരും. ഒരു ഇടനിലക്കാരൻ കടന്നുവരും. ഒരു പഴയ ബന്ധം പുതുക്കപ്പെടും. ആ ഒരു ബന്ധം ഒരു സ്വർണ്ണ ഗോവണിയാണ്. ആ ഗോവണി ചവിട്ടിക്കയറൂ. ഒട്ടും മടി വേണ്ട. വിദേശ സാധ്യതകൾ. ഈ ഒരു കാര്യം ചിങ്ങം രാശിക്കാർ ഒരുപക്ഷെ ഏറ്റവും ആഗ്രഹിക്കുന്ന ഒന്ന് ആകാം. പലർക്കും ഒരു വിദേശ സ്വപ്നമുണ്ട്. ആ സ്വപ്നം ഒരു ജോലി ആകാം, ഒരു ഉപരിപഠനം ആകാം, ഒരു ബിസിനസ് വ്യാപനം ആകാം, ഒരു കുടുംബ ചേർക്കൽ ആകാം. ഏത് ആകിലും ആ സ്വപ്നം ഇനി ഒരു യാഥാർത്ഥ്യം ആകാൻ ഗ്രഹനില ഒരുങ്ങുകയാണ്. ഗ്രഹസഞ്ചാരം വ്യക്തമായി ഒരു വിദേശ ഭാഗ്യയോഗം കാണിക്കുന്നു. ഈ ഒരു യോഗം ദൂരദേശ സഞ്ചാരം, ദൂരദേശ തൊഴിൽ, ദൂരദേശ ഉപജീവനം ഇവ നൽകും. ഇനി ഒരു ആഗ്രഹം ഉള്ളവർ ആ ആഗ്രഹം ഒരു തുണ്ട് കടലാസിൽ എഴുതൂ. ദൈവസ്ഥാനത്ത് വെക്കൂ. ആ ആഗ്രഹം ഈ ഗ്രഹ ഊർജം ഏറ്റെടുക്കും. ഇനി ഒരു വലിയ കാര്യം പറയാനുണ്ട്. ഒരു ഗ്രഹപെയർച്ചി ഉണ്ടാകുകയാണ്. ആ ഒരു ഗ്രഹചലനം ചിങ്ങം രാശിക്കാരുടെ ലഗ്നഭാവത്തെ സ്പർശിക്കുന്നു. ലഗ്നഭാവം എന്നത് ഒരു വ്യക്തിയുടെ ആത്മ ഊർജത്തിന്റെ ഭാവമാണ്. ആ ഭാവം ശക്തമാകുമ്പോൾ ആ വ്യക്തിക്ക് ഒരു പ്രത്യേക ആഭ ഉണ്ടാകും. ഒരു പ്രത്യേക ശക്തി ഉണ്ടാകും. ആ ശക്തി കൊണ്ട് ആ വ്യക്തി ചെയ്യുന്നത് എന്തും ഫലം കാണും. ആ ശക്തി ഇനി ചിങ്ങം രാശിക്കാർക്ക് ലഭ്യമാകും. ഈ ഒരു ഊർജം ഒരു 150 വർഷത്തിനു ശേഷം ആദ്യമായി ഈ രാശിയിൽ ഇറങ്ങിവരുന്ന ഒരു ദിവ്യ ഊർജമാണ്. ഇത് ഒരു ആകസ്മിക സൗഭാഗ്യമാണ്. ഇത് ഒരു ദൈവകൃപാണ്. ഇത് ഒരു ഗ്രഹഭാഗ്യസ്ഫോടനമാണ്. ഇനി ഒരു ചോദ്യം. ഈ ഒരു ഭാഗ്യം കിട്ടണോ? ഈ ഒരു ഊർജം ജീവിതത്തിൽ ഉൾക്കൊള്ളണോ? എങ്കിൽ ഒന്ന് ചെയ്യൂ. ഉള്ളിൽ ഉള്ള ഭയം ഒഴിച്ചു കളയൂ. ഉള്ളിൽ ഉള്ള സംശയം ഒഴിച്ചു കളയൂ. നടക്കുമോ എന്ന ചോദ്യം ഒഴിച്ചു കളയൂ. 100% നടക്കും എന്ന് ഉള്ളിൽ ഉറപ്പിക്കൂ. ആ ഒരു ഉറപ്പാണ് ഗ്രഹ ഊർജം ഏറ്റെടുക്കാനുള്ള ആദ്യ പടി. ആ ഒരു വിശ്വാസമാണ് ഈ ഒരു ഗ്രഹശക്തി ജ്വലിപ്പിക്കാനുള്ള ആദ്യ ജ്വാൽ. പ്രണയം. ആ ഒരു വാക്ക് കേൾക്കുമ്പോൾ ചിങ്ങം രാശിക്കാരുടെ ഉള്ളിൽ ഒരു നൊമ്പരം ഉണർന്നേക്കാം. കാരണം ആ മേഖലയിലും ഒരു കനത്ത നിശ്ചലത ഉണ്ടായിരുന്നു. ഒരാളെ സ്നേഹിച്ചു. ആ സ്നേഹം ഉള്ളിൽ സൂക്ഷിച്ചു. ആ സ്നേഹം പറയാൻ ശ്രമിച്ചു. പക്ഷേ ആ വഴി അടഞ്ഞു കിടന്നു. ഒരു തടസ്സം ഉണ്ടായി. ഒരു തെറ്റുണ്ടായി. ഒരു ദൂരം ഉണ്ടായി. ആ ദൂരം ഇന്നലെ വരെ ഉണ്ടായിരുന്നു.
ഇനി ആ ദൂരം ഇല്ലാതാകും. ഗ്രഹനില ആ ദൂരം ഇല്ലാതാക്കാൻ ഒരുങ്ങുകയാണ്. ഗ്രഹദിശ ആ ഹൃദയവാതിൽ തുറക്കാൻ ഒരുങ്ങുകയാണ്. ആ ഒരു നിമിഷം ഇനി അധികം ദൂരത്തല്ല. ഒറ്റയ്ക്ക് ഇരിക്കുന്നവർ ആണെങ്കിൽ ഇനി ഒരു ഇണ വരും. ആ ഇണ ഒരു പ്രത്യേക ദിക്കിൽ നിന്ന് വരും. ഒരു പ്രതീക്ഷിക്കാത്ത വഴിയിൽ നിന്ന് വരും. ആ ഒരു കൂടിക്കാഴ്ച ആദ്യം ഒരു ചെറിയ കൂടിക്കാഴ്ച ആയി തോന്നും. ഒരു ആകസ്മിക കൂടിക്കാഴ്ച ആയി തോന്നും. പക്ഷേ ആ ഒരു കൂടിക്കാഴ്ച ഒരു ദൈവനിശ്ചയമാണ്. ആ ഒരു കൂടിക്കാഴ്ച ഒരു ജന്മബന്ധത്തിന്റെ തുടക്കമാണ്. ആ ഒരു ബന്ധം ഒരു ദൃഢബന്ധം ആകും. ആ ഒരു ബന്ധം ഒരു ആജീവനാന്ത ബന്ധം ആകും. ഇത് ഒരു ഗ്രഹഭാഗ്യമാണ്. ഇത് ഒരു ദൈവദാനമാണ്. വിവാഹം ആഗ്രഹിക്കുന്നവർ ആണെങ്കിൽ ആ ആഗ്രഹം ഈ ഒരു കാലഘട്ടത്തിൽ ഫലം കാണാൻ ഒരു ഗ്രഹ അനുമതി ലഭിക്കുകയാണ്. കുടുംബ തടസ്സം ഉണ്ടായിരുന്നവർക്ക് ആ തടസ്സം ഒഴിയും. ജാതക തടസ്സം ഉണ്ടായിരുന്നവർക്ക് ആ തടസ്സം ഒഴിയും. ഒരു അനുകൂല ജാതകം കൊണ്ടുവരും. ഒരു അനുകൂല ബന്ധം ഒത്തുവരും. ഒരു ഉത്തമ ജീവിത പങ്കാളി ഈ കാലഘട്ടത്തിൽ ജീവിതത്തിലേക്ക് കടന്നുവരും. ആ ഒരു നിമിഷത്തിനായി കാത്തിരുന്നവർ ഇനി അധിക നാൾ കാത്തിരിക്കേണ്ടി വരില്ല. ഗ്രഹഭാഗ്യം ആ ഒരു നിമിഷം ഒരുക്കി വയ്ക്കുകയാണ്. ഇപ്പോൾ ഒരു ബന്ധത്തിൽ ഉള്ളവർ ആണെങ്കിൽ ആ ബന്ധത്തിൽ ഒരു പുതിയ ഊഷ്മളത ഉണ്ടാകും. ഒരു പുതിയ അടുപ്പം ഉണ്ടാകും. കുറേ നാളായി ഉള്ളിൽ അടങ്ങിക്കിടന്ന ഒരു വചനം ഇപ്പോൾ പറഞ്ഞുകൊടുക്കാൻ ഒരു അവസരം ഉണ്ടാകും. ആ ഒരു വചനം ഒരു ചെറിയ വചനം ആകാം. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന ഒരു ചെറിയ വചനം. ആ ഒരു വചനം ഒരു ബന്ധത്തെ ഒരു ദൃഢബന്ധമാക്കും. ഒരു ദൂരം ഉണ്ടായിരുന്ന ഒരു ബന്ധം ഒരു ഒന്നിക്കൽ ആകും. ഒരു തർക്കം ഉണ്ടായിരുന്ന ഒരു ബന്ധം ഒരു ഐക്യം ആകും. ഇത് ഒരു ഗ്രഹകൃപ ആണ്. ഇത് ഒരു ഗ്രഹദാനമാണ്. കുടുംബം. ആ ഒരു മേഖലയിലും ഒരു വലിയ മാറ്റം ഉണ്ടാകും. കുടുംബത്തിൽ ഒരു സന്തോഷ വാർത്ത ഉണ്ടാകും. ഒരു പ്രസവ വാർത്ത ആകാം. ഒരു വിവാഹ വാർത്ത ആകാം. ഒരു ഗൃഹപ്രവേശ വാർത്ത ആകാം. ആ ഒരു സന്തോഷം കുടുംബം ഒന്നിച്ചിരുന്ന് ആഘോഷിക്കും. ഒരു ദൂരം ഉണ്ടായിരുന്ന കുടുംബ അംഗങ്ങൾ ഒന്നിക്കും. ഒരു വേദന ഉണ്ടായിരുന്ന കുടുംബ ഹൃദയം ഒരു ആശ്വാസം കണ്ടെത്തും. ഈ ഒരു കുടുംബ ഊർജം ഒരു ഗ്രഹ അനുഗ്രഹമാണ്. ഗ്രഹസഞ്ചാരം കുടുംബഭാവത്തെ ശക്തിപ്പെടുത്തുകയാണ്. ആ ശക്തി ഒരു ഗൃഹലക്ഷ്മിയാകും. അടുത്ത 7 നാട്ടിൽ 3-ാം ഘട്ടത്തിൽ ഒരു കുടുംബയോഗം ഉണ്ടാകും. ആ ഒരു യോഗം ഒരു ആഘോഷമാകാം. ഒരു ചടങ്ങ് ആകാം. ഒരു ഒത്തുചേരൽ ആകാം. ആ ഒരു ഒത്തുചേരലിൽ ഒരു വലിയ തീരുമാനം ഉണ്ടാകും. ആ ഒരു തീരുമാനം ചിങ്ങം രാശിക്കാരുടെ ജീവിതത്തെ ഒരു പുതിയ ദിശയിലേക്ക് തിരിക്കും. ആ ഒരു ദിശ ഒരു സ്വർണ്ണ ദിശ ആണ്. ആ ഒരു ദിശ ഒരു ദൈവദിശ ആണ്. ആ ഒരു ദിശ ഒരിക്കലും തെറ്റാകില്ല. ആരോഗ്യ കാര്യങ്ങളിൽ ഒരു ജാഗ്രത ആവശ്യമാണ്. ഈ ഒരു ഗ്രഹഘട്ടത്തിൽ ശരീരം ഒരു പ്രത്യേക ക്ഷീണം അനുഭവിക്കാം. ഒരു തലവേദന ഉണ്ടാകാം. ഒരു ഉറക്കക്കുറവ് ഉണ്ടാകാം. ഒരു ദഹന പ്രശ്നം ഉണ്ടാകാം. ഇതൊക്കെ ഗ്രഹചലനത്തിന്റെ ഒരു ഭൗതിക പ്രതിഫലനമാണ്. ഇതൊക്കെ ഒരു ക്ഷണിക അനുഭവമാണ്. ഇത് നീണ്ടു നിൽക്കില്ല. ഒരു ആഴ്ചയ്ക്കുള്ളിൽ ഈ ക്ഷീണം ഒഴിഞ്ഞ് ഒരു പ്രത്യേക ഊർജം ഉണ്ടാകും. ആ ഒരു ഊർജം ഒരു ദൈവദത്ത ഊർജമാണ്. ആ ഊർജം കൊണ്ട് ഇനി ഒരു ക്ഷീണം ഉണ്ടാകില്ല. ആ ഊർജം ഒരു അഗ്നിയാണ്. ആ അഗ്നി ഇനി ഒരിക്കലും അണഞ്ഞു പോകില്ല. വിദ്യാഭ്യാസ കാര്യങ്ങളിൽ ഒരു വലിയ സന്തോഷ വാർത്ത ഉണ്ട്. ഒരു പരീക്ഷ ഭയത്തിൽ ഇരിക്കുന്ന ചിങ്ങം രാശി വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ ആ ഭയം ഒഴിക്കൂ. ഗ്രഹഭാഗ്യം നിങ്ങൾക്ക് ഒരു ജ്ഞാനദൃഷ്ടി കൊടുക്കുകയാണ്. ഒരു ഓർമ്മ ശക്തി കൊടുക്കുകയാണ്. ഒരു മനഃശക്തി കൊടുക്കുകയാണ്. ഈ ഒരു കാലഘട്ടത്തിൽ പഠിക്കുന്നത് വളരെ എളുപ്പം ആകും. മനസ്സ് ഒരു ശാന്തത ആർജിക്കും. ആ ശാന്തതയിൽ ഒരു ദൃഢ ഏകാഗ്രത ഉണ്ടാകും. ആ ഏകാഗ്രത ഒരു ഉജ്ജ്വല ഫലം ഉണ്ടാക്കും. ഒരു മത്സര പരീക്ഷ ആണ് ഉള്ളതെങ്കിൽ ആ മത്സര പരീക്ഷ ജയിക്കാനുള്ള ഒരു ഗ്രഹ ഊർജം ഇതാ ഒരുങ്ങുകയാണ്. ആത്മീയ വളർച്ചയുടെ കാര്യത്തിൽ ഈ ഒരു ഗ്രഹഘട്ടം ഒരു വലിയ ഉണർവ് ഉണ്ടാക്കും. ഒരു ആത്മ ഉണർവ്. ഒരു ആന്തരിക ഉണർവ്. ഒന്ന് ദൈവദർശനം ചെയ്യണം എന്ന ഒരു തോന്നൽ ഉണ്ടാകും. ഒരു ക്ഷേത്ര ദർശനം നടത്തണം എന്ന ഒരു ആഗ്രഹം ഉണ്ടാകും. ഒരു ധ്യാനം ചെയ്യണം എന്ന ഒരു ആഗ്രഹം ഉണ്ടാകും. ആ ആഗ്രഹം ദൈവം ഉള്ളിൽ ഇട്ടതാണ്. ആ ആഗ്രഹം ഗ്രഹ ഊർജം ഉള്ളിൽ ഉണർത്തിയതാണ്. ആ ആഗ്രഹം അനുസരിക്കൂ. ഒരു ക്ഷേത്ര ദർശനം നടത്തൂ. ഒരു ദൈവനാമം ഉരുവിടൂ. ആ ഒരു ആത്മ ഊർജം ഒരു കവചം ആകും. ആ കവചം ഒരു ഗ്രഹദോഷ കവചമാകും. ആ കവചം ഒരു ദൈവകൃപ കവചമാകും. ഈ ഒരു ഗ്രഹഘട്ടത്തിൽ ഒരു ഗുരു ആഗ്രഹം ഉണ്ടാകും. ഒരു ആധ്യാത്മിക ഗുരുവിനെ കണ്ടെത്തണം എന്ന ഒരു ആഗ്രഹം.
ഒരു ജ്ഞാനി ആയ ഒരു വ്യക്തിയുടെ വചനങ്ങൾ കേൾക്കണം എന്ന ഒരു ആഗ്രഹം. ആ ആഗ്രഹം ഒരു ദൈവസൂചന ആണ്. ആ ദൈവസൂചന അനുസരിക്കൂ. ഗുരുവിനെ ദൈവം കൊണ്ടുതരും. ആ ഗുരു ഒരു ജ്ഞാനദീപം ആകും. ആ ദീപം ഒരു ജീവിത ദീപം ആകും. ആ ദീപം ഒരിക്കലും അണഞ്ഞു പോകില്ല. ഇനി ഒരു കാര്യം ശ്രദ്ധിക്കൂ. ഈ ഒരു കാലഘട്ടത്തിൽ ഒരു ഒളിഞ്ഞ അപകടം ഉണ്ട്. ആ അപകടം ഒരു ശത്രു ആകാം. ഒരു ഒളിഞ്ഞ ശത്രു. ഒരു നല്ല മുഖം വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു ശത്രു. ആ ശത്രു ഒരു ദോഷം ചെയ്യാൻ ഒരുങ്ങിയിരിക്കുകയാണ്. ആ ദോഷം ഒരു പ്രൊഫഷണൽ ദോഷം ആകാം. ഒരു സ്വകാര്യ ദോഷം ആകാം. ഒരു സാമ്പത്തിക ദോഷം ആകാം. പക്ഷേ ഒരു കാര്യം ഓർക്കൂ. ഗ്രഹഭാഗ്യം ചിങ്ങം രാശിക്കാരോടൊപ്പം ഉള്ള ഈ ഒരു ഘട്ടത്തിൽ ആ ദോഷം ഫലം ഉണ്ടാക്കില്ല. ആ ദോഷം ആ ശത്രുവിന് തന്നെ തിരിച്ചുപോകും. ആ ഒരു ഗ്രഹകൃപ ഇപ്പോൾ നിങ്ങൾക്ക് ഒരു കവചമാണ്. ഇനി ഒരു കാര്യം പറയാനുണ്ട്. ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം. ഈ ഒരു ഗ്രഹ ഊർജം ജീവിതത്തിൽ പൂർണ്ണമായും ഏറ്റെടുക്കണം എങ്കിൽ ഒരു ഗ്രഹദോഷ പരിഹാരം ആവശ്യമാണ്. ഇത് ഒരു ഭയം ഉണ്ടാക്കേണ്ട ഒരു കാര്യം അല്ല. ഇത് ഒരു ദൈവകൃപ ക്ഷണിക്കുന്ന ഒരു ഭക്തികർമ്മമാണ്. ഇത് ഒരു ഗ്രഹ ഊർജം ജ്വലിപ്പിക്കുന്ന ഒരു ആത്മകർമ്മമാണ്. ഈ ഒരു കർമ്മം ചെയ്യൂ. ഒരു ഫലം കാണൂ. ഒരു മാറ്റം അനുഭവിക്കൂ. ആദ്യ പരിഹാരം. എല്ലാ ഞായറാഴ്ചയും ഒരു ആദിത്യ ഹൃദയ സ്തോത്രം ഉരുവിടൂ. സൂര്യ ഭഗവാൻ ചിങ്ങം രാശിയുടെ ആധിപതിയാണ്. ആ സൂര്യ ഭഗവാനെ ആരാധിക്കൂ. ഒരു ചുവന്ന പൂവുകൊണ്ട് ആരാധിക്കൂ. ഒരു ചന്ദനം കൊണ്ട് ആരാധിക്കൂ. ആ ഒരു ആരാധന ഒരു ഗ്രഹ ഊർജം ഉണർത്തും. ആ ഊർജം ഒരു ജീവിത ഊർജം ആകും. ആ ഊർജം ഒരു കർമ്മ ഊർജം ആകും. ആ ഊർജം ഒരു ഭാഗ്യ ഊർജം ആകും. രണ്ടാം പരിഹാരം. എല്ലാ ദിവസവും രാവിലെ ഉണർന്ന ഉടനെ ഒരു ദൈവനാമം ഉരുവിടൂ. ഓം സൂര്യായ നമ എന്ന ഒരു മന്ത്രം 108 തവണ ഉരുവിടൂ. ആ ഒരു ഉരുവിടൽ ഒരു ദൈവശക്തി ഉണർത്തും. ആ ഒരു ശക്തി ഒരു ഗ്രഹദോഷം ദൂരീകരിക്കും. ആ ഒരു ദൂരീകരണം ഒരു ജീവിത ദൂരീകരണം ആകും. ഒരു ബന്ധ ദൂരീകരണം ആകും. ഒരു കടബാധ്യ ദൂരീകരണം ആകും. ഒരു ആരോഗ്യ ദൂരീകരണം ആകും. മൂന്നാം പരിഹാരം. ഒരു ഗുരുവായൂർ ദർശനം. ഒരു ശബരിമല ദർശനം. ഒരു അടുത്തുള്ള ക്ഷേത്ര ദർശനം. ഈ ഒരു ഗ്രഹഘട്ടത്തിൽ ഒരു ദൈവദർശനം ഒരു ആവശ്യമാണ്. ആ ദൈവദർശനം ഒരു ആഘോഷമാണ്. ഒരു ആഘോഷ ദർശനം. ഒരു കൃതജ്ഞതാ ദർശനം. ദൈവമേ, നീ എനിക്ക് ഈ ഒരു ഗ്രഹഭാഗ്യം തന്നതിന് നന്ദി എന്ന ഒരു ഹൃദയ നന്ദി കൊണ്ട് ഒരു ദൈവദർശനം നടത്തൂ. ആ ഒരു ദർശനം ഒരു ഗ്രഹദോഷഹരണം ആകും. ആ ഒരു ദർശനം ഒരു ഗ്രഹഭാഗ്യവർദ്ധനം ആകും. നാലാം പരിഹാരം. ഒരു ദാനം. ഒരു ഞായറാഴ്ച ഒരു ഗോതമ്പ് ദാനം. ഒരു ചുവന്ന തുണി ദാനം. ഒരു ചുവന്ന ഫലം ദാനം. ഇത് ഒരു സൂര്യദോഷഹരണ ദാനമാണ്. ഈ ദാനം ഒരു ഗ്രഹ ഊർജം ഉണർത്തും. ആ ഗ്രഹ ഊർജം ഒരു ജീവിത ഭാഗ്യം ആകും. ഈ ഒരു ദാനം ചെറുതാണ്. ഈ ഒരു ദാനം ഒരു ദൊഡ്ഡ ഫലം ഉണ്ടാക്കും. ഒരു ദൈവഫലം ഉണ്ടാക്കും. ഒരു ഗ്രഹഫലം ഉണ്ടാക്കും. അഞ്ചാം പരിഹാരം. ഒരു ശനി ദോഷഹരണം. ശനി ഭഗവാൻ ഇപ്പോൾ ഒരു ഘട്ടത്തിലാണ്. ആ ഘട്ടത്തിൽ ഒരു ശനി പ്രസാദം ആവശ്യമാണ്. ഒരു ശനിയാഴ്ച ഒരു ഇരുമ്പ് ദൈവസ്ഥാനത്ത് വെക്കൂ. ഒരു ഉഴുന്ന് ദൈവസ്ഥാനത്ത് വെക്കൂ. ഒരു ഇളം നീലപ്പൂ ദൈവസ്ഥാനത്ത് വെക്കൂ. ആ ഒരു ശനി പ്രസാദം ഒരു ഗ്രഹദോഷഹരണം ആകും. ആ ഒരു ദോഷഹരണം ഒരു ജീവിത ആശ്വാസം ആകും. ആ ഒരു ആശ്വാസം ഒരു ദൈവ ആശ്വാസം ആകും. ഇനി ഒരു കാര്യം. ഈ ഒരു ഘട്ടത്തിൽ ഒരു ഗൃഹക്ലേശമുണ്ടാകാം. ഒരു കുടുംബ തർക്കമുണ്ടാകാം. ഒരു ദൂരബന്ധു ഒരു പ്രശ്നമുണ്ടാക്കാം. ഈ ഒരു ഘട്ടത്തിൽ ക്ഷമ ആവശ്യമാണ്. ഒരു ഗ്രഹദോഷ ഘട്ടത്തിൽ ഒരു ക്ഷമ ഒരു ആയുധമാണ്. ആ ആയുധം ഉപയോഗിക്കൂ. ഒരു ശബ്ദം ഉയർത്തേണ്ട. ഒരു തർക്കം വേണ്ട. ഒരു ക്ഷമ. ഒരു ശാന്ത. ഒരു മൗനം. ആ ഒരു മൗനം ഒരു ശക്തിയാണ്. ആ ഒരു ശക്തി ഒരു ഗ്രഹ ഊർജമാണ്. ആ ഊർജം ആ ക്ലേശം ഒഴിക്കും. ഇനി ഒരു അവസാന കാര്യമുണ്ട്. ഒരു ഹൃദയകാര്യം. ഒരു ആത്മകാര്യം. ഒരു ദൈവകാര്യം. ചിങ്ങം രാശിക്കാരെ, ഒന്ന് കേൾക്കൂ. ഈ ഒരു ജീവിതം ഒരു പരീക്ഷ ആണ്. ഒരു ദൈവപരീക്ഷ. ഒരു ഗ്രഹപരീക്ഷ. ആ പരീക്ഷ ജയിക്കാൻ ഒരു ദൈവശക്തിയാണ് ആദ്യം ആവശ്യം. ആ ദൈവശക്തി ഒരു ഭക്തിയാണ്. ഒരു വിശ്വാസമാണ്. ഒരു ഉറപ്പാണ്. ആ ഉറപ്പ് ഉള്ളിൽ ഉണ്ടെങ്കിൽ ഈ ഗ്രഹ ഊർജം ഒരു ആയുധം ആകും. ആ ആയുധം ഒരു ജീവിത ആയുധമാകും. കുറേ നാൾ ആയി ഒരു ഇരുൾ ഉണ്ടായിരുന്നു.
ആ ഇരുൾ ഇപ്പോൾ ഒഴിയുകയാണ്. ഒരു വെളിച്ചം ഉദിക്കുകയാണ്. ആ വെളിച്ചം ഒരു ഗ്രഹവെളിച്ചമാണ്. ആ വെളിച്ചം ഒരു ദൈവ വെളിച്ചമാണ്. ആ വെളിച്ചം ഒരിക്കലും ഇനി അണഞ്ഞു പോകില്ല. ആ വെളിച്ചത്തിൽ ഒരു പുതിയ ജീവിതം ഉദിക്കുകയാണ്. ആ ജീവിതം ഒരു സ്വർണ്ണ ജീവിതമാണ്. ആ ജീവിതം ഒരു ദൈവദാനമാണ്. ആ ജീവിതം ഒരു ഗ്രഹഭാഗ്യമാണ്. ഒരു കാര്യം ഒരിക്കൽ കൂടി ഓർക്കൂ. നിങ്ങൾ ഒരിക്കലും ഒറ്റയ്ക്കല്ല. ദൈവം ഒപ്പമുണ്ട്. ഗ്രഹങ്ങൾ ഒപ്പമുണ്ട്. ഒരു ഭൂതകാലം ഉണ്ടായിരുന്നു. ഒരു ദുഃഖഭൂതകാലം. ആ ഭൂതകാലം ഒരു ഓർമ്മ മാത്രമാണ്. ഇനി ഒരു ഭാവി കാലം ഉണ്ട്. ഒരു ഉജ്ജ്വല ഭാവി കാലം. ആ ഭാവി കാലം ഒരു യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യം ഒരു ഗ്രഹഭാഗ്യമാണ്. ആ ഗ്രഹഭാഗ്യം ഇപ്പോൾ ഒരുങ്ങിയിരിക്കുന്നു. ആ ഭാഗ്യം ഏറ്റെടുക്കൂ. ആ ഭാഗ്യം ജീവിതത്തിലേക്ക് ക്ഷണിക്കൂ. ആ ഭാഗ്യം ഒരിക്കലും ഒഴിഞ്ഞു പോകാൻ അനുവദിക്കരുത്. ചിങ്ങം രാശിക്കാരെ, ഈ ഒരു ഗ്രഹഘട്ടം ഒരു ജന്മഘട്ടമാണ്. ഒരു ജന്മഭാഗ്യഘട്ടം. ഒരു ജന്മ ഉയർച്ച ഘട്ടം. ഒരു ജന്മവിജയഘട്ടം. ഈ ഒരു ഘട്ടം പ്രയോജനപ്പെടുത്തൂ. ഈ ഒരു ഊർജം ഉള്ളിൽ ഉൾക്കൊള്ളൂ. ഈ ഒരു ഭാഗ്യം ജീവിതത്തിൽ ആഘോഷിക്കൂ. ഒരു ആഘോഷം, ഒരു ആഹ്ലാദം, ഒരു ആനന്ദം, ഒരു ദൈവ ആനന്ദം. ആ ആനന്ദം ഇനി ചിങ്ങം രാശിക്കാരുടേതാണ്. ആ ആനന്ദം ഇനി ഒരിക്കലും ആരും തട്ടിയെടുക്കില്ല. ആ ആനന്ദം ഒരു ഗ്രഹകൃപയാണ്. ആ ആനന്ദം ഒരു ദൈവകൃപയാണ്. ഒരു അവസാന ആശീർവാദം. ഈ ഒരു ഗ്രഹഘട്ടം ചിങ്ങം രാശിക്കാർക്ക് ഒരു ഉയർച്ച ഘട്ടം ആകട്ടെ. ഒരു ഭാഗ്യഘട്ടം ആകട്ടെ. ഒരു ആരോഗ്യഘട്ടം ആകട്ടെ. ഒരു ഐശ്വര്യഘട്ടം ആകട്ടെ. ഒരു പ്രണയഘട്ടം ആകട്ടെ. ഒരു കുടുംബ ഐക്യഘട്ടം ആകട്ടെ. ഒരു ബിസിനസ് ഉയർച്ച ഘട്ടം ആകട്ടെ. ഒരു തൊഴിൽ ഉയർച്ച ഘട്ടം ആകട്ടെ. ഒരു ജ്ഞാനഘട്ടം ആകട്ടെ. ഒരു ആത്മ ഉണർവ് ഘട്ടം ആകട്ടെ. ഈ ഒരു ആശീർവാദം ഹൃദയം നിറഞ്ഞു നൽകുന്നു. ദൈവം നിങ്ങളെ ഒരിക്കലും കൈവിടില്ല. ഗ്രഹങ്ങൾ നിങ്ങൾക്ക് ഒരു ഒളി കൊടുക്കും. ആ ഒളി ഒരു ജീവിത ഒളിയാകും. ആ ജീവിത ഒളി ഒരു ദൈവ ഒളിയാകും. ഒരു ചെറിയ സൂചന കൂടി. അടുത്ത വരുന്ന ഒരു ഗ്രഹഘട്ടം ഒരു വലിയ ഒരു ഗ്രഹഘട്ടമാണ്. ആ ഒരു ഘട്ടം ഒരു ഗ്രഹദ്വന്ദ്വ ഘട്ടമാണ്. ഒരേ സമയം രണ്ടു ഗ്രഹങ്ങൾ ഒരേ ഭാവത്തിൽ ഒത്തുചേരുന്ന ഒരു ഘട്ടം. ആ ഒരു ഘട്ടം ചിങ്ങം രാശിക്കാർക്ക് ഒരു ഭൂകമ്പം ഉണ്ടാക്കും. ഒരു ഭാഗ്യഭൂകമ്പം. ഒരു ഉയർച്ച ഭൂകമ്പം. ആ ഒരു ഘട്ടത്തെക്കുറിച്ച് ഒരു പ്രത്യേക ഒരു വീഡിയോ ഉണ്ടാകും. ആ ഒരു വീഡിയോ ചിങ്ങം രാശിക്കാരുടെ ജീവിതം പൂർണ്ണമായി മാറ്റും. ആ ഒരു വീഡിയോ കാണാൻ ഒരു ബെൽ ഐക്കൺ ഒരിക്കൽ ഒന്ന് ഒതു. ഒരു ചാനൽ ഒരിക്കൽ ഒന്ന് ഫോളോ ചെയ്യൂ. ആ ഒരു വീഡിയോ ഒരിക്കലും മിസ് ആകരുത്. കാരണം ആ ഒരു വീഡിയോ ഒരു ജന്മ വഴിത്തിരിവാണ്. ആ ഒരു വഴിത്തിരിവ് ഒരിക്കൽ മാത്രം ഉണ്ടാകുന്ന ഒന്നാണ്. ദൈവകൃപ ഒരിക്കലും ഒഴിഞ്ഞു പോകാൻ അനുവദിക്കരുത്. ഒരു ദൈവനാമം ഉരുവിട്ട് ഒരു ദിവസം തുടങ്ങൂ. ഒരു ദൈവനാമം ഉരുവിട്ട് ഒരു ദിവസം അവസാനിക്കൂ. ദൈവം ഒരിക്കലും ഒറ്റവിടില്ല. ഗ്രഹഭാഗ്യം ഒരിക്കലും ഒഴിഞ്ഞു പോകില്ല. ചിങ്ങം രാശിക്കാരെ, ഒരു ജയം ഉണ്ട്. ഒരു ഉയർച്ച ഉണ്ട്. ഒരു ഭാഗ്യം ഉണ്ട്. ആ ഭാഗ്യം നിങ്ങളുടേതാണ്. ആ ഭാഗ്യം ഇനി ആരും തടയില്ല. ദൈവ ആശീർവാദം ഒരിക്കലും ഒഴിഞ്ഞു പോകാതിരിക്കട്ടെ.